ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്ലിറ്റർ ഫോംസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് ഫോം ഷീറ്റ്സ് ആണ്, ഇതുപോലെ ഗ്ലിറ്റേഴ്സ് ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ അതിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ളതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ടിക് ടാക്ക് ക്ലിപ്സ് ആണ്. നമ്മൾ യൂഷ്വലി എല്ലാവരുടെയും കയ്യിലുള്ള സാധനമാണിത്. അപ്പം ഇതിന് റെഡോ വേറെ ഒരു കളർ എടുത്താലും ശരിയാവത്തില്ല, ബ്ലാക്ക് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമ്മളതിൻ്റെ ബ്ലാക്ക് ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം ടിക് ടാക്ക് ക്ലിപ്സ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആയുധം സിസേഴ്സാണ്. സിസേഴ്സ് വേണം. പിന്നെ ഒരു ചെറിയ മാർക്കർ പെന്നും, പിന്നെ ഫെവി ബോണ്ട് മാത്രമേ എടുക്കാവുള്ളൂ. ക്വിക്കില്ലേ അതെടുക്കരുത് കേട്ടോ. ഫെവി ബോണ്ട് എടുക്കുക, അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് ആണെങ്കിലും മതി. അപ്പം നമ്മൾ ആ ഫോം ഷീറ്റ്സിൻ്റെ ഒരു 2-3 സ്ക്വയർ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഒരു മാർക്കർ വെച്ചിട്ട് നമുക്കിതിൻ്റെ പുറകുവശത്ത് നമുക്ക് വേണ്ട ഷേപ്പ് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു റഫ് സ്കെച്ചാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഒരു ഇതിൽ വേണേൽ നമുക്ക് വരച്ചെടുക്കാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ മോൾഡോ അല്ലെങ്കിൽ സ്റ്റെൻസിലോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരച്ചെടുക്കാം. ഇപ്പം ഞാൻ ചുമ്മാ ഒരു ചെറിയൊരു ഫ്ലവറാണ് ചെയ്യുന്നത്. ഇനി അത് നമുക്ക് അതിൻ്റെ എഡ്ജസ് എല്ലാം ഒരു കുറച്ച് ഏരിയ വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ എല്ലാ പെറ്റൽസും നമുക്ക് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതാണ് നല്ലത്. വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ നമ്മൾ ഹാൻഡ് ഡ്രോൺ ചെയ്തുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ഫ്ലവർ. ഇതുപോലെ നമുക്ക് ഈ സെയിം ഷേപ്പിലോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിലോ നമ്മുടെ അകത്ത് വെക്കുന്ന ചെറിയൊരു പോർഷനും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്ലൂ കളറാണ്. അപ്പം നമുക്കതിനൊരു ചെറിയൊരു സ്റ്റാർ പോലെ എന്തെങ്കിലും കൊടുക്കാം. അപ്പം ഞാൻ 2-3 ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു സ്റ്റാർ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം ഇത് നമുക്ക് സെൻറ്റർ പോർഷനിൽ വെക്കാനാണ് കേട്ടോ. അപ്പം ആ ഒരു ഫ്ലവർ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ നടുക്കത്തെ സംഭവം കൂടെ വന്നാലല്ലേ ഉള്ളൂ ആ ഒരു എടുപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ 2 പോർഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പല ഷേപ്സിൽ പല കളേഴ്സിൽ കുറച്ച് പാറ്റേൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓൾറെഡി കുറച്ച് പീസസ് കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് കണ്ടു കളയാം. ഇതിപ്പം ഈ ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. റെഡും ഗോൾഡ് കളറും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൂവും സിൽവറും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂവും ഗോൾഡും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് അത്രയും കളേഴ്സാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിത് ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ടെക്സ്ചർ വരാനായിട്ട് നമുക്കൊരു സൂത്രപ്പണിയുണ്ട്. അതിന് നമ്മുടെ അയൺ ബോക്സ് എടുത്തു, അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫോം ഷീറ്റിൻ്റെ ആ പീസുകൾ കട്ട് ചെയ്തെടുത്തില്ലേ അത് അതിലേക്കൊന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ആ സെൻറ്റർ പോർഷനിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഞെക്കി പിടിക്കുക. അന്നേരം അതൊരു ചുരുങ്ങി ആ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിലേക്ക് അത് വരും. കണ്ടോ, അത് നല്ല ഷ്രിങ്കായിട്ട് ആ ഒരു ഇതിലേക്ക് ആ പെറ്റലിൻ്റെ ആ ഒരു ആ ഒരു ടെക്സ്ചറിലേക്ക് നമുക്ക് വരും. ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഫ്ലാറ്റ് സർഫസ് മാറിയിട്ട് കുറച്ച് കേർവി ആയിട്ട് ഉള്ള എഡ്ജസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എത്ര പീസ് ഉണ്ടോ അതെല്ലാം അതുപോലെ ചെയ്തെടുക്കാം. കൈ പൊള്ളരുത് കേട്ടോ, കാരണം ഇത് ഫോം ഷീറ്റ് അധികം സമയം അതിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉരുകി പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ അപ്പടി അങ്ങ് ഷ്രിങ്കായി പോവും, അതുപോലെ ഷേപ്പ്ലെസ് ആയി പോവും. അപ്പം അധികം ടൈം വെക്കാതെ അധികം ഹീറ്റാക്കാതെ അയൺ ബോക്സ് ചെയ്തെടുത്തു. അതിന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു പെറ്റൽസിലേക്ക് ആ ഒരു ബിഗർ ഇതിലേക്ക് നമ്മൾ ചെറുത് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ഫെവി ബോണ്ട് പശ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. ഇതൊരു ഏകദേശം ആ ഒരു നമ്മൾ ആ പശ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നമുക്ക് ഒട്ടി കിട്ടും കേട്ടോ. അപ്പം നമ്മളിനി ബാക്ക് പോർഷനിൽ ക്ലിപ്പിൻ്റെ ആ ഒരു ഏരിയ അവിടെ പശ തേച്ച് കൊടുത്തു. ഇനി ക്ലിപ്പ് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. അപ്പം ഇത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ പ്രസ് ചെയ്ത് പിടിക്കണം, എന്നാൽ മാത്രമേ അതവിടെ ഫിക്സ് ആവുള്ളൂ. ഫെവി ബോണ്ട് ഒന്ന് ഒട്ടി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പം നമ്മളത് കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും വെയിറ്റ് എടുത്തൊന്ന് വെക്കുക. അപ്പം നല്ലതായിട്ട് അവിടെ ഫിക്സ് ആയിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ക്ലിപ്സും നമുക്ക് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം.
നമ്മുടെ പിള്ളേരുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് ഫോം ഷീറ്റ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ക്ലിപ്സ് ഉണ്ടാക്കാം. പല ഷേപ്സിൽ നമുക്ക് ഉണ്ടാക്കാം. ഹാർട്ട്സ് ചെയ്യാം, ഫ്ലവേഴ്സ് ചെയ്യാം, സ്റ്റാർസ് ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിലുള്ള ക്ലിപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. കാരണം ഇത് ഗ്ലിറ്റേഴ്സൊക്കെ ഉള്ളത്, കളേഴ്സൊക്കെ ഉള്ളത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു ക്ലിപ്പ് എടുത്ത് മോളുടെ കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ റിയാക്ഷൻ ഒന്ന് നോക്കാം. സേറ, റെഡിയായോ? നോക്ക്, മമ്മി ഉണ്ടാക്കിയ ക്ലിപ്പാ. എങ്ങനെയുണ്ട്? അടിപൊളി. കാണിച്ചേ നോക്കട്ടെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. ആണോ? അപ്പോൾ സേറാക്കുട്ടിക്ക് ഒത്തിരി അധികം ഇഷ്ടമായി ക്ലിപ്പ്. അടിപൊളിയാണെന്നവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ്സ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ ക്ലിപ്സ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.